The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello my dear children, welcome back to the physics class. Today let's begin the session with the topic propagation of sound. Propagation of sound. That means how does sound from different sound sources that reaches? പലതരത്തിലുള്ള സൗണ്ട് സോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള സൗണ്ട് എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്? Or the question is, why do astronauts means space travelers, why do astronauts use radio devices to communicate with one another? You will get the answer later. To know how does sound from different sound sources that reach us, let's do an experiment. And this is the experiment. Take some water in a flask as shown in the figure. Now close the flask with a cork in such a way that the bell tied to the end of a thin metal rod is inside the flask. Now shake the flask. Do you hear any sound? യെസ്, നമ്മളൊരു ഫ്ലാസ്ക് എടുത്തു, അതിനകത്ത് വാട്ടർ ഫിൽ ചെയ്തു, അതിനുശേഷം ആ ഫ്ലാസ്കിനെ ഒരു കോർക്ക് കൊണ്ട് ക്ലോസ് ചെയ്തു. ആ കോർക്കിനറ്റത്ത് നമ്മളൊരു ബെല്ല് കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫ്ലാസ്ക് നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്യാണ്. ഡു യു ഹിയർ എനി സൗണ്ട്? യെസ്, ഓഫ് കോഴ്സ് വി ക്യാൻ ഹിയർ സൗണ്ട്. റൈറ്റ്? Now remove the cork and boil the water inside the flask till the flask filled with steam. ഓക്കെ, ഇനി നമ്മൾ ആ ഫ്ലാസ്കിന്റെ കോർക്ക് റിമൂവ് ചെയ്യാണ്. അതിനകത്തുള്ള വാട്ടർ നല്ലതുപോലെ ബോയിൽ ചെയ്യിപ്പിക്കാം. ഓക്കെ, ആ ഫ്ലാസ്കിനകത്ത് സ്റ്റീം ഫില്ല് ചെയ്യുന്നത് വരെ നല്ലപോലെ ഫ്ലാസ്കിനകത്തെ വാട്ടർ ബോയിൽ ചെയ്യിപ്പിക്കാം. Now pour some cold water over the flask. അതിനുശേഷം ഫ്ലാസ്കിന് പുറമെ കുറച്ച് കോൾഡ് വാട്ടർ pour ചെയ്യിപ്പിക്കാം. Now close the flask with the cork containing the bell and again shake the flask. So what changes experienced in the loudness of the bell? So ആദ്യം നമ്മൾ ഫ്ലാസ്കിനകത്ത് വാട്ടർ എടുത്തു, ശേഷം അതിനെ നമ്മൾ ഒരു കോർക്ക് കൊണ്ട് ക്ലോസ് ചെയ്തു. ആ കോർക്കിനറ്റത്ത് ഒരു ബെല്ല് കൂടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഫ്ലാസ്ക് നമ്മൾ നല്ലതുപോലെ ഷേക്ക് ചെയ്യുമ്പോൾ ആ ബെല്ലിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും അല്ലെ? പിന്നീട് നമ്മൾ എന്താ ചെയ്തത്? യെസ്, ഫ്ലാസ്കിനകത്തുള്ള വാട്ടർ നല്ലപോലെ ബോയിൽ ചെയ്യിപ്പിച്ചു അല്ലെ? കോർക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ഫ്ലാസ്കിനകത്തെ വാട്ടർ നല്ലതുപോലെ ബോയിൽ ചെയ്യിപ്പിച്ചു. അപ്പൊ ഫ്ലാസ്കിനകത്ത് മുഴുവൻ സ്റ്റീം ഫിൽ ചെയ്തു. ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മൾ ആ ഫ്ലാസ്കിനകത്തുള്ള സ്റ്റീമിനെ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ തണുപ്പിക്കുന്ന സമയത്ത് ദാറ്റ് സ്റ്റീം condenses to form water. സ്റ്റീം എന്തായിട്ട് മാറുകയാണ്? വാട്ടർ ആയിട്ട് മാറുകയാണ്. സ്റ്റീം തണുക്കുന്ന സമയത്ത് അത് വാട്ടർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് എയർ ഇൻസൈഡ് ദ ഫ്ലാസ്ക് ഇസ് റെഡ്യൂസ്ഡ്. ഇതിന്റെ ഫലമായിട്ട് ഫ്ലാസ്കിനകത്തുള്ള എയറിന്റെ ക്വാണ്ടിറ്റി കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ബെല്ലെന്ന് കേൾക്കുന്ന സൗണ്ടും രണ്ടാമത്തെ കേസിൽ ബെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. ഫസ്റ്റ് കേൾക്കുന്ന സൗണ്ടിനേക്കാളും കുറച്ചുകൂടെ കുറവായിരിക്കും നമ്മൾ രണ്ടാമതായിട്ട് കേൾക്കുന്ന സൗണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? യെസ്, ഇൻ ദ ഫസ്റ്റ് കേസ് അവിടെ ഫ്ലാസ്കിനകത്ത് നല്ലതുപോലെ എയർ ഉണ്ടായിരുന്നു അല്ലെ? രണ്ടാമത്തെ കേസിൽ നമ്മൾ ഫ്ലാസ്കിനകത്ത് മുഴുവൻ സ്റ്റീം ഫില്ല് ചെയ്ത് ആ സ്റ്റീമിനെ കണ്ടൻസ് ചെയ്ത് വാട്ടർ ആക്കി മാറ്റിയപ്പോൾ അതിനകത്തുള്ള എയറിന്റെ ക്വാണ്ടിറ്റിക്ക് വ്യത്യാസം വന്നു. ക്വാണ്ടിറ്റി ഓഫ് എയർ ഇസ് റെഡ്യൂസ്ഡ്. അതുകൊണ്ട് തന്നെ എഗെയിൻ നമ്മൾ രണ്ടാമത് ഫ്ലാസ്ക് ഷേക്ക് ചെയ്ത സമയത്ത് ബെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള സൗണ്ട് അല്ലെ, അല്ലെങ്കിൽ അവിടെ രണ്ടാമത് കേട്ട സൗണ്ടിന്റെ ലൗഡ്നെസ്സിന് വ്യത്യാസം വന്നു. ദ ലൗഡ്നെസ് ഓഫ് സൗണ്ട് ഇസ് reduced. So from this we can conclude a point, that is a medium is necessary for sound to
travel. ആദ്യത്തെ കേസിൽ ഫ്ലാസ്കിനകത്തെ എയർ എന്ന് പറയുന്ന മീഡിയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടെ ബെല്ലിന്റെ സൗണ്ട് നമുക്ക് നല്ലതുപോലെ കേൾക്കാനായിട്ട് പറ്റിയത്. രണ്ടാമത്തെ കേസിൽ വാട്ടർ ബോയിൽ ചെയ്യിപ്പിച്ച് സ്റ്റീം ആക്കി മാറ്റി, സ്റ്റീമിനെ കണ്ടൻസ് ചെയ്ത് എഗെയിൻ വാട്ടർ ആക്കിയപ്പോൾ ആ ഫ്ലാസ്കിനകത്തുള്ള എയറിന്റെ ക്വാണ്ടിറ്റിക്ക് വ്യത്യാസം വന്നു, അതായത് ക്വാണ്ടിറ്റി ഓഫ് എയർ ഇസ് റെഡ്യൂസ്ഡ്. അതുകൊണ്ട് തന്നെ അവിടെ സൗണ്ടിനും വ്യത്യാസം വന്നു, ബെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള സൗണ്ടിനും വ്യത്യാസം വന്നു. അപ്പോൾ ഫസ്റ്റ് കേസിൽ അവിടെ എയർ എന്ന് പറയുന്ന മീഡിയം ഉണ്ടായിരുന്നു സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ വേണ്ടി. സെക്കൻഡ് കേസിൽ എയറിന്റെ ക്വാണ്ടിറ്റി അവിടെ കുറഞ്ഞു, അതുകൊണ്ട് സൗണ്ടിൽ വ്യത്യാസം വന്നു. സോ ഫ്രം ദിസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എ മീഡിയം ഇസ് നെസസറി ഫോർ സൗണ്ട് ടു travel. So now we got the answer for the question, why do astronauts use radio devices to communicate with one another? Yes, what is the answer? In the case of space, there is no air. നമ്മൾ ഓൾറെഡി പറഞ്ഞു സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണ്. അപ്പൊ എയർ ഒരു മീഡിയം ആണ് അല്ലെ. സ്പേസിൽ എയർ ഇല്ലാത്തത് കൊണ്ട് അവിടെ സൗണ്ടിന് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റില്ല. So that astronauts use radio devices to communicate with one another. So now the question is, സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ സൗണ്ട് എപ്പോഴും എയർ എന്ന് പറയുന്ന മീഡിയത്തിലൂടെ മാത്രമാണോ ട്രാവൽ ചെയ്യുന്നത്? യെസ്. To answer this question, let's do another experiment. Yes, this is the experiment. Take a bucket filled with water. Now hold a steel vessel immersed inside the water and tap on it with a spoon. Do you hear any sound? യെസ്, ഈ ഒരു കേസിൽ നമ്മളൊരു ബക്കറ്റ് മുഴുവൻ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഇതേപോലെ ഒരു സ്റ്റീൽ വെസല് ഇമ്മേഴ്സ് ചെയ്തു. ഓക്കെ, ശേഷം അതിൽ നമ്മൾ ഒരു സ്പൂൺ വെച്ച് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റുമോ? യെസ്, തീർച്ചയായിട്ടും കേൾക്കാനായിട്ട് പറ്റും. സോ നൗ വി ഗോട്ട് an idea that sound can propagate not only through air but also through other materials. അപ്പൊ എയറിലൂടെ മാത്രമല്ല വാട്ടർ പോലെയുള്ള മെറ്റീരിയൽസിലൂടെയും സൗണ്ടിന് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. So from this session we can conclude the point that a medium is necessary for sound to travel. Clear? Appo medium nu parayunnathu it can be air, water, etc. Clear? Now the next concept is hearing. We know that hearing, it's a sensation, right? So now we have understood that sound is produced due to the vibration of objects and a medium is necessary for sound to propagate or sound to travel. And the question is, how do we sense sound, or which organ help us to hear, or which sense organ help us to hear? The answer is ear, right? Now let me ask you a question. What would be the result if one or more parts of the ear get damaged? നമ്മളുടെ ഇയറിന്റെ പാർട്സ് ഡാമേജ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? യെസ്, ഓഫ് കോഴ്സ് ദ ഓഡിബിലിറ്റി റെഡ്യൂസസ്, റൈറ്റ്? നമുക്ക് കേൾക്കാനുള്ള കഴിവ് കുറയും. അപ്പൊ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്തെല്ലാമായിരിക്കും? ഇറ്റ് വിൽ എഫക്ട് അവർ കമ്മ്യൂണിക്കേഷൻ അല്ലെ, കമ്മ്യൂണിക്കേഷനെ അത് ബാധിക്കും. അതേപോലെ എബിലിറ്റി ടു സ്പീക്ക്, നല്ലപോലെ കേൾക്കാൻ കഴിവില്ലാത്ത ഒരാൾക്ക് സംസാരിക്കാനും പ്രയാസം ഉണ്ടായിരിക്കും. ഓൾസോ വൾനറബിലിറ്റി ടു ഡേഞ്ചർ, അത്തരത്തിലുള്ള ആളുകൾക്ക് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വൾനറബിലിറ്റി ടു ഡേഞ്ചർ. സോ ഇത്തരത്തിലുള്ള ആളുകളെ, കേൾവിശക്തി കുറവുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? സോ ദ ഫസ്റ്റ് പോയിന്റ് ഇസ് ഡീൽ വിത്ത് എംപതി. ഓക്കെ, അങ്ങനെയുള്ളവരെ നമ്മൾ എംപതിയോടുകൂടി വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. ദ സെക്കൻഡ് പോയിന്റ് ഇസ് ഇൻക്ലൂഡ് ദം ഇൻ യുവർ വർക്ക് ആൻഡ് പ്ലേ. അങ്ങനെയുള്ളവരെ നമ്മൾ അകറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്, പകരം അവരെ നമ്മളുടെ കൂട്ടത്തിൽ ചേർക്കുകയാണ് വേണ്ടത്. And the third point is that ensure their participation and give due consideration to them in all possible activities. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മൾ പ്രത്യേകം കൺസിഡറേഷൻ കൊടുക്കേണ്ടതാണ്. Okay, so more points that you can collect. Now let's get into the next concept, that is limits of audibility. So can a person with normal audibility hear all sounds? അതായത് കേൾവിശക്തിയൊക്കെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എല്ലാ സൗണ്ട്സും കേൾക്കാനായിട്ട് പറ്റുമോ? The answer is no. Why? Because നമ്മളുടെ നേച്ചറിൽ ഏകദേശം 1,00,000 ഹെഡ്സിനേക്കാളും കൂടുതൽ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വരെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 1,00,000 ഹെഡ്സ് ഫ്രീക്വൻസിയിൽ അധികം വരുന്ന സൗണ്ട് വരെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സൗണ്ടുകളൊന്നും നമുക്ക് കേൾക്കാനായിട്ട് പറ്റില്ല. അതായത് നോർമൽ ഓഡിബിലിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് എല്ലാ സൗണ്ട്സും കേൾക്കാനായിട്ട് പറ്റില്ല. സി ഫോർ എക്സാമ്പിൾ, ദ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഗാൾട്ടൺ വിസിൽ which is used to call dogs that cannot be heard by human beings.
Okay, and prior to natural calamities, birds and animals exhibit unusual behavior. അതായത് നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഫ്ലഡ്, എർത്ത് ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പായിട്ട് ബേർഡ്സും അനിമൽസും ഒക്കെ ഒരു അൺയൂഷ്വൽ ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ സൗണ്ട്സ് ഒന്നും നമ്മൾ ഹ്യൂമൻ ബീങ്സിന് കേൾക്കാനായിട്ട് പറ്റില്ല. അതേപോലെ ബാറ്റ്സ് ക്യാൻ ട്രാവൽ ഈസിലി ഈവൺ ഇൻ ഡാർക്ക്നെസ്. അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുന്നത്? അപ്പൊ ഇതിന്റെയൊക്കെ ആൻസർ എന്ന് പറയുന്നത് നമ്മളുടെ നേച്ചറില് പല തരത്തിലുള്ള സൗണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലെ എല്ലാ സൗണ്ടുകളും നമ്മൾക്ക് കേൾക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എത്ര ലിമിറ്റ് തൊട്ട് എത്ര ലിമിറ്റ് വരെയുള്ള സൗണ്ടുകളാണ് നമ്മളെ കൊണ്ട് കേൾക്കാനായിട്ട് പറ്റുന്നത്? ദാറ്റ് ഇസ് നോൺ ആസ് ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ലിമിറ്റിൽ വരുന്ന സൗണ്ട് മാത്രമേ നമ്മൾ ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. ദാറ്റ് ഓഡിബിലിറ്റി റേഞ്ച് ഇസ് ഫ്രം 20 ഹെർട്സ് ടു 20 കിലോഹെർട്സ്. ഓക്കെ, 20 ഹെർട്സ് ടു 20 കിലോഹെർട്സ്. അപ്പൊ 20 ഹെർട്സ് മുതൽ 20 കിലോഹെർട്സ് വരെയുള്ള സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. ദിസ് ഇസ് നോൺ ആസ് ഹ്യൂമൻ ഓഡിബിലിറ്റി റേഞ്ച്. 20 കിലോഹെർട്സിനെ തന്നെ നമുക്ക് 20,000 ഹെർട്സ് എന്ന് പറയാം. ഓക്കെ, 20 കിലോഹെർട്സിനെ തന്നെയാണ് നമ്മൾ 20,000 ഹെർട്സ് എന്നും പറയുന്നത്. ഓക്കെ, സോ 20 ഹെർട്സ് തൊട്ട് 20 കിലോ ഹെർട്സ് വരെ അല്ലെങ്കിൽ 20 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെയുള്ള സൗണ്ട് മാത്രമേ ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ദി സൗണ്ട്സ് വിത്ത് ഫ്രീക്വൻസി ലെസ് ദാൻ 20 ഹെർട്സ്, ദാറ്റ് ഇസ് നോൺ ആസ് infrasonics or infrasonic sound or infrasonic waves, and the sound which is greater than the sound with frequency greater than 20,000 hertz, that is known as ultrasonics or ultrasonic sounds or ultrasonic waves. അപ്പോ 20 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെയുള്ള സൗണ്ട് മാത്രമേ നമ്മൾ ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹ്യൂമൻ ഓഡിബിലിറ്റി റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് ആണ്. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹ്യൂമൻ ഓഡിബിലിറ്റി റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ 20 ഹെർട്സിനേക്കാളും ഫ്രീക്വൻസി കുറഞ്ഞു വരുന്ന സൗണ്ട്സിനെ നമ്മൾ ഇൻഫ്രാസോണിക്സ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാണ് പറയുന്നത്. 20,000 ഹെർട്സിനേക്കാളും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള സൗണ്ടുകളെ നമ്മൾ അൾട്രാസോണിക്സ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ നേച്ചറിൽ 1 lakh ഹെർട്സ് ഫ്രീക്വൻസിയിൽ വരെയുള്ള സൗണ്ടുകൾ ഉണ്ട്. സോ ഈ 1 lakh ഹെർട്സ് ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറിയിലാണ് പെടുക? ഇൻഫ്രാസോണിക്സ് ആണോ അൾട്രാസോണിക്സ് ആണോ? യെസ്, അൾട്രാസോണിക്സ് ആണ് അല്ലെ. 20,000 ഹെർട്സിനേക്കാളും കൂടുതലാണ്. സോ അൾട്രാസോണിക്സ് ആണ്. അപ്പൊ അൾട്രാസോണിക് സൗണ്ട് ഒന്നും നമുക്ക് കേൾക്കാനായിട്ട് പറ്റില്ല. സോ ലിസൺ മൈ ഡിയർ ചിൽഡ്രൻ, ഗാൾട്ടൺ വിസിൽ, അതായത് ഡോഗ്സിനെ ഒക്കെ വിളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വിസിലാണ്. ആ ഗാൾട്ടൺ വിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഗാൾട്ടൺ വിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 30,000 ഹെർട്സ് ആണ്. So can we hear this sound? No. Why? Because it is greater than 20,000 hertz. 20,000 hertzനേക്കാളും കൂടുതലാണ് അല്ലേ? അപ്പൊ ഇത് ഇൻഫ്രാസോണിക്സ് ആണോ അൾട്രാസോണിക്സ് ആണോ? It is ultrasonic sound. Right. Now the next point is bats produce ultrasonic waves. So നമ്മൾ ഓൾറെഡി പറഞ്ഞു bats can travel easily even in darkness. അപ്പൊ എന്തുകൊണ്ടാണ് ഡാർക്ക്നെസ്സിലും ഇത്ര ഈസി ആയിട്ട് ബാറ്റ്സിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്? യെസ്, അവരൊരു തരം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അൾട്രാസോണിക് സൗണ്ട് ആണ് ബാറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സ്. അത് നമ്മൾ ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ അൾട്രാസോണിക് സൗണ്ടിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അവർ ഡാർക്ക്നെസ്സിൽ പോലും ഇത്ര ഈസി ആയിട്ട് ട്രാവൽ ചെയ്യുന്നത്. സോ ബാറ്റ്സ് ക്യാൻ പ്രൊഡ്യൂസ് ultrasonic sound. Bats can produce ultrasonic sound. Okay, ultrasonic sound എന്ന് പറയുന്നത് which is with a frequency greater than 20,000 hertz. അത് നമ്മൾ ഹ്യൂമൻസിനെ കേൾക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി എർത്ത് ക്വേക്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇൻഫ്രാസോണിക് വേവ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ നേരത്തെ പറഞ്ഞു പ്രയർ ടു നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഫ്ലഡ്, എർത്ത് ക്വേക്സ്, animals and birds exhibit unusual behavior എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ എർത്ത് ക്വേക്ക് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇൻഫ്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അത് നമ്മൾ ഹ്യൂമൻസിന് കേൾക്കാനായിട്ട് പറ്റില്ല. വൈ? ബിക്കോസ് വിച്ച് ഇസ് ലെസ് ദാൻ 20 ഹെർട്സ്. It is with a frequency less than 20 hertz. Okay, അപ്പൊ എർത്ത് ക്വേക്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്ത് തരം സൗണ്ട് ആണ് അല്ലെങ്കിൽ എന്ത് തരം വേവ്സ് ആണ്? ഇൻഫ്രാസോണിക് വേവ്സ് ആണ്. സോ this is very very important. Human audibility ranges from 20 hertz to 20 kilohertz or 20,000 hertz.
Okay, any sound which is less than this 20 hertz, that is known as infrasonics, and sound with frequency greater than 20,000 hertz, that is known as ultrasonics. Galton whistle produce ചെയ്യുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി എത്രയാ? 30,000 ഹെർട്സ്. സോ ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? അൾട്രാസോണിക്സിലാണ് വരുന്നത്. ഓക്കെ, ഇത് അൾട്രാസോണിക് സൗണ്ട് ആണ്. Now, bats can produce ultrasonic sound. Bats produce ചെയ്യുന്നത് ultrasonic sound ആണ്. And earthquakes, when earthquakes occur, infrasonic waves are produced. Earthquakeന്റെ സമയത്ത് infrasonic waves ആണ് produce ചെയ്യപ്പെടുന്നത്. Now listen children, let's discuss the uses of ultrasonic waves. So the first one is ultrasonic waves are used in the instrument sonar. What is its full form? Sound, navigation and ranging. And for what purpose we are using this instrument? Yes, to measure the depth of ocean. അപ്പോൾ ഓഷ്യന്റെ ഡെപ്ത് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് സോണാർ. ആൻഡ് സോണാറിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. Here you can see the image of sonar. Clear? Now the second use is that ultrasonic waves are also used in the medical field for diagnosis and treatment. അപ്പോൾ മെഡിക്കൽ ഫീൽഡിലും നമ്മൾ അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. So we are dealing with the chapter sound. So the last topic from this chapter, that is noise pollution. What is noise pollution? Production of sound in a manner unhealthy to human being is noise pollution. Like human beings unhealthy ആയിട്ടുള്ള രീതിയിൽ അമിതമായി സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. So what are the disadvantages of this noise pollution? Yes, of course, it affects our mental as well as physical health. So we have to reduce this noise pollution. So what are the methods to reduce noise pollution? Now let's discuss the methods to reduce noise pollution. So listen children, the methods to reduce noise pollution. The first one, use of air horns in vehicles is prohibited by law. The second point, box-type loudspeakers must be used in place of horn-type loudspeakers. The third one, ensure that silencers in vehicles work properly. The fourth one, plant as many trees as possible to minimize noise pollution. Trees can reduce loudness of sound by absorbing sound energy. Then the next point, loudspeakers should not be used in public places before 6 a.m. and after 10 p.m. And the last point is that do not make sounds above 50 decibel in the premises of hospitals, educational institutions, etc. So these are the methods to reduce noise pollution. So hope you understood these points. So that's all about the 6th chapter sound. We have successfully completed our 6th chapter. It is such a simple chapter. Hope you understood this chapter. So that's all for today. See you in the next session with another chapter.